നമസ്കാരം. സന്ദേശ് ഗലിയിൽ ഇത്തവണ നേരത്തെ ഹോളി ആഘോഷങ്ങൾ ആരംഭിച്ചു. ലൈംഗികാതിക്രമ കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ അറസ്റ്റിന് പിന്നാലെ സന്ദേശ് ഗലിയിലെ ജനങ്ങൾ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് ഹോളിക്ക് സമാനമായ ആഘോഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്ത നമ്മൾ ഇന്ന് കണ്ടു. പക്ഷേ ഈ ജനങ്ങളെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് മമതയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ തെളിവ് നമുക്ക് കാണാം. ഇത് ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നടന്നു വരുമ്പോൾ കൊടുക്കുന്ന ബഹുമാനമല്ല കേട്ടോ, മറിച്ച് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ക്രൂരമായി പീഡിപ്പിച്ചതിന് അറസ്റ്റിലായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന് ജയിലിൽ കിട്ടുന്ന സ്വീകാര്യതയാണ്, ബഹുമാനമാണ്. ഇവിടെയാണ് മമത എങ്ങനെയാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശ് ഗലിയിലെ ജനങ്ങൾ ദിവസങ്ങളോളം സമരം ചെയ്തിരുന്നു. അപ്പോൾ അയാൾ ഒളിവിലാണ് എന്ന് കള്ളം പറഞ്ഞ് തടി തപ്പി. ഒടുവിൽ ഇപ്പോൾ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം നടക്കുന്നത് എന്താണെന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും വൃത്തികേടുകൾ ചെയ്തു കൂട്ടിയ ഒരാളെയാണ് മമത സംരക്ഷിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി ജനങ്ങളെ പരിപാലിക്കേണ്ട രീതി ഇതാണോ? എന്ത് ധാർമ്മികതയാണ് ഈ ഒരു സംഭവത്തിൽ മമത കാട്ടുന്നത്? വോട്ടിനു വേണ്ടിയും അതിലൂടെ കിട്ടുന്ന ആഡംബരമായ ജീവിതത്തിനായി മാത്രമായി ജനങ്ങളെ സമീപിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പൊയ്മുഖമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അതേസമയം ഷാജഹാൻ ഷെയ്ഖിന്റെ അറസ്റ്റിനെ തുടർന്ന് അനിഷ്ട സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമ ബംഗാളിലെ 49 സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വലിയ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും ജനങ്ങൾ നിരത്തിലിറങ്ങി ആഘോഷ പരിപാടികൾ നടത്തുകയാണ്. സർബീരിയ അഗർഹത്തി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഷാജഹാന്റെ അക്കുഞ്ഞിപ്പാറ വസതിയിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. സർബേരിയ, ബോയ്മാരി, നസാദ്, മെദിയഖാലി, തൽത്തല, കലിനഗർ, ത്രിമോഹിനി, ദമഖാലി, ഗുൽനാഹാറ്റ്, മോനിപ്പൂർ, പത്രപാര, ഹത്കാച്ചി, അദാപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.